പാറശാല ഷാരോൺ രാജ്വാദ കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച നടത്താനിരിക്കെ സമൂഹത്തിന് നല്ല സന്ദേശം ലഭിക്കത്തക്ക വിധത്തിലുള്ള വിധിപ്രസ്താവം കോടതിയിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രോസിക്യൂഷൻ അഭിഭാഷകൻ വിനീത് കുമാർ. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റം തെളിഞ്ഞതാണെന്നും ഷാരോണിനെ മാത്രമല്ല പ്രണയമെന്ന സങ്കല്പത്തെ തന്നെ പ്രതി ഗ്രീഷ്മ കൊല ചെയ്തെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം. ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത്. സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപാതകം നടത്തുകയായിരുന്നു. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണ്. ക്രൂരനായ ഒരു കുറ്റവാളിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കുറ്റകൃത്യം നടപ്പിലാക്കിയത്. അതിനായി പരിശോധനകൾ നടത്തി. 11 ദിവസം ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച കൊലപാതകമാണ്, അവിചാരിതമല്ല. വിദ്യാസമ്പന്നയായ യുവതി വിവരങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത്. ഷാരോണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു. കുറെ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത്. പ്രതിക്ക് മനസ്താപം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ജനുവരി 20 തിങ്കളാഴ്ചയാണ് കോടതി ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കും മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായർക്കും ശിക്ഷ വിധിക്കുക. ഇതിനു മുന്നോടിയായി ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഗ്രീഷ്മയോട് ശനിയാഴ്ച കോടതി ആരാഞ്ഞിരുന്നു. MA ലിറ്ററേച്ചർ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായ ആളാണ് താനെന്നും മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും ഗ്രീഷ്മ പറഞ്ഞു. രക്ഷിതാക്കൾക്ക് ഒറ്റ മകളാണെന്നും കുറ്റകൃത്യത്തിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടതായി കോടതിക്ക് പുറത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ വ്യക്തമാക്കി. ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഗ്രീഷ്മ കോടതിയിൽ കത്തു നൽകിയിരുന്നു. പഠിക്കണമെന്നും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ടെന്നുമാണ് കത്തിലുള്ളത്. തനിക്ക് 24 വയസ്സ് മാത്രമാണ് പ്രായം. ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്ന് ഗ്രീഷ്മ ആവശ്യപ്പെട്ടു. കത്തിനൊപ്പം ബിരുദ സർട്ടിഫിക്കറ്റുകളും ഗ്രീഷ്മ കോടതിക്ക് കൈമാറി. ഇന്നലെ കേസിൽ പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി വിധിച്ചിരുന്നു. ഒരു കൊലപാതകം നടന്നുവെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത് നീതീകരിക്കാനാവുന്ന കൊലപാതകമായി മാത്രമേ കരുതാവൂ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകരുതെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. ഗ്രീഷ്മയ്ക്ക് നന്നാകാനുള്ള അവസരം കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതേസമയം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ഷാരോണിനെ പ്രണയം നടിച്ച് വിശ്വാസവഞ്ചന കാണിച്ച് വിളിച്ചുവരുത്തി കൊലപാതകം നടത്തിയെന്നത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ തെളിഞ്ഞതാണ്. ഷാരോണിനെ മാത്രമല്ല പരിപാവനമായ പ്രണയമെന്ന സങ്കല്പത്തെ തന്നെ ഗ്രീഷ്മ കൊല ചെയ്തിരിക്കുന്നുവെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. പ്രണയം നടിച്ചാണ് ഗ്രീഷ്മ സ്വന്തം വീട്ടിലേക്ക് ഷാരോണിനെ വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തിയത്. ആശുപത്രിയിലായപ്പോഴും ഗ്രീഷ്മ ചതിച്ചതല്ല എന്ന ഉറപ്പുണ്ടായിരുന്നു ഷാരോണിന്. പക്ഷേ അവസാന നിമിഷമാണ് കൂട്ടുകാരനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചു എന്ന് പറഞ്ഞത്. എന്തായാലും ഡോക്ടർമാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിരുന്നു.